ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2025 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റിന് പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 വേൾഡ് ജോഗ്രഫിയിലെ ടോപ്പിക്സ് ആണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ക്ലൈമറ്റിക് കണ്ടീഷൻസ്, അതർ ക്രോപ്സ് ആൻഡ് ദർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, ചെറിയ ടോപ്പിക്സ് മാത്രമേ പറയുന്നുള്ളൂ. കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ആൻഡ് പ്രിൻസിപ്പൽ പ്രൊഡ്യൂസിങ് കൺട്രീസ്. ടേബിൾ 2.14 ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ആൻഡ് പ്രിൻസിപ്പൽ പ്രൊഡ്യൂസിങ് കൺട്രീസ്. ഈ ടോപ്പിക്സ് നമ്മൾ ലാസ്റ്റ് ഭാഗം പറഞ്ഞുകൊണ്ടിരുന്ന ടൈമിൽ ടിൻ, യുറേനിയം, തോറിയം, സിങ്ക് ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടൈമിൽ തന്നെ മൈക്ക് ഓഫായി പോയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിരുന്നു. അപ്പം മൈക്ക് ഓഫ് 1.5 മണിക്കൂർ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ടൈമിങ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ 1.5 മണിക്കൂറാണ് കറക്റ്റ് നമുക്ക് കിട്ടുന്നത്. പുതിയ മൈക്ക് ഞാൻ വാങ്ങിക്കാന്നുള്ള തീരുമാനത്തിലോട്ട് എത്തി. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എടുത്ത് തീർക്കാനാവില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷനിലെത്തി നിൽക്കുകയാണ്. നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് കുറേയിട്ട് വലിയ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ചൊരു ടൈം കൂടുതലുള്ള വീഡിയോ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഈ വീഡിയോ നമുക്ക് ഈ മൈക്ക് വെച്ച് നമുക്ക് വീഡിയോ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ ബുക്ക് അവസാനിപ്പിക്കണം എന്നുള്ളത് എല്ലാ ടോപ്പിക്സും, പക്ഷെ നടക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സ്റ്റൈൽ തന്നെ മാറ്റേണ്ടി വന്നു. കാരണം ഈ 1.5 മണിക്കൂറും വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് പുതിയ മൈക്ക് വെച്ചുള്ള വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. മൈക്ക് പെട്ടെന്നൊക്കെ ഓഫായി പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഓഫായി പോവുകയാണെങ്കിൽ നിങ്ങൾ ദയവേത് ക്ഷമിക്കണം. കാരണം സൗണ്ട് ചില ഭാഗങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അഡ്വാൻസ്ഡ് ആയിട്ട് പറയുന്നത്. ദയവേതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യം മറന്നുപോയി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൗണ്ടില്ലെന്ന് പറഞ്ഞില്ല. ഒരുപാട് ഭാഗത്ത് സൗണ്ടിൻ്റെ ഡിഫറൻസ് വന്നിട്ടില്ല. സൗണ്ട് ഇല്ലാത്തതും കൂടി നിങ്ങൾ ദയവേത് ക്ഷമിക്കുക. കാരണം ഒരു വീഡിയോന് ഒരു മര്യാദ ക്രമം നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മൈക്ക് ഓൾഡ് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ സംഭവിക്കുന്നത്. എല്ലാ വീഡിയോയിലും ഞാനിപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് മൈക്ക് ഓഫായി പോകുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ടേബിൾ 2.14 ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ആൻഡ് പ്രിൻസിപ്പൽ പ്രൊഡ്യൂസിങ് കൺട്രീസ്. മിനറൽ കൺട്രീസ്: അലുമിനിയം, ജമൈക്ക, സുരീനാം, ഫ്രാൻസ്, ഗാന, USA, റഷ്യ, കാനഡ, ജർമ്മനി, നോർവേ, ഹംഗറി, ഇന്ത്യ, ഗ്രീൻലാൻഡ്. അലുമിനിയം: ജമൈക്ക, സുരീനാം, ഫ്രാൻസ്, ഗാന, USA, റഷ്യ, കാനഡ, ജർമ്മനി, നോർവേ, ഹംഗറി, ഇന്ത്യ, ഗ്രീൻലാൻഡ്. ആസ്ബസ്റ്റോസ്, കാനഡ, സിംബാബ്വെ, സൗത്ത് ആഫ്രിക്ക. ക്രോമിയം: ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, ക്യൂബ. കോൾ: USA, റഷ്യ, ചൈന, ജർമ്മനി, UK, ഫ്രാൻസ്, പോളണ്ട്, ബെൽജിയം, ഓസ്ട്രേലിയ, ഇന്ത്യ. കോപ്പർ: USA, റഷ്യ, ചൈന, ജർമ്മനി, സാംബിയ, സെയ്ർ, കാനഡ, സ്പെയിൻ, മെക്സിക്കോ, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ. ബാലൻസ് മിനറൽ കൺട്രീസ്. ടേബിൾ 2.14 ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ആൻഡ് പ്രിൻസിപ്പൽ പ്രൊഡ്യൂസിങ് കൺട്രീസിൻ്റെ ബാലൻസ്. മിനറൽ കൺട്രീസ്: ഗോൾഡ്, സൗത്ത് ആഫ്രിക്ക, USA, ഓസ്ട്രേലിയ, കാനഡ. ഗ്രാഫൈറ്റ്, ശ്രീലങ്ക. അയൺ ഓർ, റഷ്യ, USA, ഓസ്ട്രേലിയ, കാനഡ, സ്വീഡൻ, ഫ്രാൻസ്, സ്പെയിൻ, ഇന്ത്യ, ചൈന, ബ്രസീൽ. ലെഡ്, USA, റഷ്യ, സ്പെയിൻ, ജർമ്മനി, ബെൽജിയം. ലിഗ്നൈറ്റ്: ജർമ്മനി, റഷ്യ. മഗ്നീഷ്യം: ഇന്ത്യ, റഷ്യ, മെക്സിക്കോ, ഐവറി കോസ്റ്റ്. മെർക്കുറി: ഇറ്റലി, സ്പെയിൻ, USA. മൈക്ക: ഇന്ത്യ. നിക്കൽ: കാനഡ. പെട്രോളിയം: സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാൻ, ഇറാഖ്, ഖത്തർ, UAE, ലിബിയ, അൾജീരിയ, നൈജർ, ഈജിപ്ത്, USA, റഷ്യ, ഇന്തോനേഷ്യ. പ്ലാറ്റിനം: റഷ്യ, കൊളംബിയ. സിൽവർ: കാനഡ, റഷ്യ, മെക്സിക്കോ, USA, ഓസ്ട്രേലിയ. ടിൻ:
മലേഷ്യ ബൊളീവിയ. യുറേനിയം സെയ്ർ സൗത്ത് ആഫ്രിക്ക. USA കാനഡ ജർമ്മനി. സെക്ക് സ്ലോവേക്യ റഷ്യ. തോറിയം ഇന്ത്യ ഫ്രം മോണോസൈറ്റ് ഇന്ത്യ ബ്രസീൽ USA. സിങ്ക് കാനഡ റഷ്യ ബെൽജിയം ജർമ്മനി. നമ്മൾ പറഞ്ഞത് ടേബിൾ 2.14 ഇമ്പോർട്ടൻ്റ് മിനറൽസ് ആൻഡ് പ്രിൻസിപ്പൽ പ്രൊഡ്യൂസിങ് കൺട്രീസ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കാണ് നോക്കാം. മേജർ എക്സ്പോർട്ടേഴ്സ് ആണ് ഇനി പറയാനുള്ളത്. മേജർ എക്സ്പോർട്ടേഴ്സ് ടേബിൾ 2.15 മേജർ എക്സ്പോർട്ടേഴ്സ്. ടേബിൾ 2.15 മേജർ എക്സ്പോർട്ടേഴ്സ്. ടേബിൾ 2.15 മേജർ എക്സ്പോർട്ടേഴ്സ്. ഐറ്റം എക്സ്പോർട്ടഡ് ചീഫ് എക്സ്പോർട്ടിംഗ് കൺട്രി അലുമിനിയം USA, കോൾ USA, കോഫി ബ്രസീൽ, കോപ്പർ USA, കോട്ടൺ USA, ഗോൾഡ് സൗത്ത് ആഫ്രിക്ക, അയൺ ഓർ USA, ജൂട്ട് ബംഗ്ലാദേശ് ഇന്ത്യ, മാഗ്നീസ് റഷ്യ, മൈക്ക ഇന്ത്യ, റൈസ് ചൈന, റബ്ബർ മലേഷ്യ, സിൽവർ മെക്സിക്കോ, ഷുഗർ ഇന്തോനേഷ്യ, ടിൻ മലേഷ്യ, വീറ്റ് USA, വുഡ് ഓസ്ട്രേലിയ. നമ്മൾ പറഞ്ഞത് മേജർ എക്സ്പോർട്ടേഴ്സ് ടേബിൾ 2.50 മേജർ എക്സ്പോർട്ടേഴ്സ്. ഇനി നമുക്ക് അടുത്തത് ടേബിൾ 2.16 മേജർ ഇൻഡസ്ട്രീസ്. ടേബിൾ 2.16 മേജർ ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രി ചീഫ് മാനുഫാക്ചറിംഗ് കൺട്രീസ് അയൺ ആൻഡ് സ്റ്റീൽ USA, റഷ്യ, ജപ്പാൻ, ജർമ്മനി, UK, ഫ്രാൻസ് ആൻഡ് ഇന്ത്യ. ടെക്സ്റ്റൈൽസ് കോട്ടൺ USA, ചൈന, ഇന്ത്യ, ജപ്പാൻ, റഷ്യ, UK, തായ്വാൻ, കാനഡ, ഈജിപ്ത്, ഫ്രാൻസ് ആൻഡ് ഇറ്റലി. ടെക്സ്റ്റൈൽസ് വൂളൻ റഷ്യ, UK, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ, ഫ്രാൻസ്, പോളണ്ട്, ബെൽജിയം, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ, ജർമ്മനി ആൻഡ് ബൾഗേറിയ. കെമിക്കൽസ് USA, ജർമ്മനി, UK, റഷ്യ, ജപ്പാൻ, കാനഡ, ഓസ്ട്രേലിയ ആൻഡ് ഇന്ത്യ. പേപ്പർ USA, കാനഡ, ജപ്പാൻ, UK, ജർമ്മനി, സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ്, റഷ്യ ആൻഡ് ഇന്ത്യ. റബ്ബർ USA, UK, ജർമ്മനി, ഫ്രാൻസ്, നെതർലാൻഡ്സ്, ഓസ്ട്രേലിയ, കാനഡ, ബ്രസീൽ, ഇന്തോനേഷ്യ ആൻഡ് ശ്രീലങ്ക. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടേബിൾ 2.16 മേജർ ഇൻഡസ്ട്രീസ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഇനി അടുത്ത പറയാനുള്ളത് ഇൻഡസ്ട്രിയൽ ടൗൺസ്. ടേബിൾ 2.17 ഇൻഡസ്ട്രിയൽ ടൗൺസ്. ടേബിൾ 2.17 ഇൻഡസ്ട്രിയൽ ടൗൺസ്. ടേബിൾ 2.17 ഇൻഡസ്ട്രിയൽ ടൗൺസ്. ടൗൺ കൺട്രി ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി. Abadan, Iran, oil refineries. Aberdeen, Scotland, UK, granite mining. Baku, Azerbaijan, petroleum. Bangkok, Thailand, shipping. Belfast, North Ireland, Ulster, shipbuilding, linen. Buenos Aires, Argentina, dairy products. Cadiz, Spain, Cork. Chicago, USA, gramophone, agriculture, implements, meat products. Detroit, USA, automobiles. Dhaka, Bangladesh, jute. Dresden, Germany, optical and photographic instruments. Dundee, Scotland, UK, jute, linen. Essex, England, UK, engineering works. Geneva, Switzerland, watches. Glasgow, Scotland, UK, machinery, textiles. Havana, Cuba, cigars, sugar. Hollywood, USA, films. Johannesburg, South Africa, gold mines. Kansas, USA, meat packing. Leeds, England, UK, woolen garments. Los Angeles, USA,
Films, oil mining. Lyons, France, silk. Melbourne, Australia, chocolate. Milan, Italy, silk. New Orleans, USA, cotton. Northampton, UK, leather goods. Oporto, Portugal, wine. Oslo, Norway. Oslo, Norway, paper. Ottawa, Canada, paper. Pittsburgh, USA, iron and steel. Plymouth, England, UK, shipbuilding. Plymouth, England, UK, shipbuilding. Plymouth, England, UK, shipbuilding. ബാലൻസ് ഭാഗമാണ് ടൗൺ മേജർ ഇൻഡസ്ട്രിയിലെ ബാലൻസ് ഭാഗം. ടൗൺ, കൺട്രി, ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി. വെരി സോറി, നമ്മൾ പറഞ്ഞത് മാറിപ്പോയതാണ്. ഇൻഡസ്ട്രിയൽ ടൗൺസ് ആണ് നമ്മൾ പറയുന്നത്. ഇൻഡസ്ട്രിയൽ ടൗൺസിന്റെ ബാലൻസ് ഭാഗമാണ് നമ്മൾ പറയുന്നത്. ടേബിൾ 2.17 ഇൻഡസ്ട്രിയൽ ടൗൺസ്. എൻ്റെ ബാലൻസ് ഭാഗമാണ് ടൗൺ, കൺട്രി, ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി. ടൗൺ, കൺട്രി, ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി. പോർട്ട് ലോയിസ്, മൗറീഷ്യസ്, ഷുഗർ. റോട്ടർഡാം, നെതർലാൻഡ്സ്, ഷിപ്പ് ബിൽഡിംഗ്. ഷിഫെൽഡ്, ഇംഗ്ലണ്ട്, UK, കട്ട്ലറി. ടെഹ്റാൻ, ഇറാൻ, കാർപ്പറ്റ്സ്. ടോക്കിയോ, ജപ്പാൻ, റയോൺ ആൻഡ് ടെക്സ്റ്റൈൽസ്. വെനീസ്, ഇറ്റലി, ഗ്ലാസസ്. വിയന്ന, ഓസ്ട്രിയ, ഗ്ലാസസ്. വെല്ലിംഗ്ടൺ, ന്യൂസിലൻഡ്, ഡയറി പ്രൊഡക്ട്സ്. യാനാങ് യോങ്, മ്യാൻമർ, ഓയിൽ ഫീൽഡ്സ്. മ്യാൻമർ, ഓയിൽ ഫീൽഡ്സ്. ഇൻഡസ്ട്രിയൽ ടൗൺസ് ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്, ദയവേത് ക്ഷമിക്കണം. ഇനി അടുത്ത ടോപ്പിക് റീജിയണൽ ഗ്രൂപ്പിംഗ് ഓഫ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. From a geographical angle, the generally expected grouping of the countries of the world are as follows: A. South Asia, B. Southeast Asia, C. West Asia, D. East Asia, E. The Caribbean, F. Central America, G. Latin America. അടുത്തത് പറയാനുള്ളത് സൗത്ത് ഏഷ്യയാണ്. സൗത്ത് ഏഷ്യ കൺട്രീസ് ഡിസ്ക്രിപ്ഷൻ. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് മലദ്വീപ്. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് മലദ്വീപ്. Description: These countries are also called countries of the Indian subcontinent. They are members of the SAARC, South Asian Association of Regional Cooperation. These countries are also called countries of the Indian subcontinent. They are members of the SAARC, South Asian Association of Regional Cooperation. അടുത്ത സൗത്ത് ഈസ്റ്റ് ഏഷ്യ കൺട്രീസ് ഡിസ്ക്രിപ്ഷൻ. മ്യാൻമർ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, ബ്രൂണൈ, കംബോഡിയ, സിംഗപ്പൂർ, മലേഷ്യ, ഫിലിപ്പീൻസ്, ലാവോസ് ആൻഡ് വിയറ്റ്നാം. ഡിസ്ക്രിപ്ഷൻ: These peninsulas and islands. These peninsulas and islands lie to the east of India and to the south of China. These peninsulas and islands lie to the east of India and to the south of China. ഇനി അടുത്തത് വെസ്റ്റ് ഏഷ്യ മിഡിൽ ഈസ്റ്റ്. ദ കൺട്രീസ് ഡിസ്ക്രിപ്ഷൻ. വെസ്റ്റ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ഡിസ്ക്രിപ്ഷൻ. ഇറാൻ, ഇറാഖ്, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, UAE, ജോർദാൻ. These are regions west and southwest of the Indian subcontinent. ബാലൻസ് ഭാഗമാണ് വെസ്റ്റ് ഏഷ്യ മിഡിൽ ഈസ്റ്റിൻ്റെ. കൺട്രീസ് ഡിസ്ക്രിപ്ഷൻ. ലെബനോൺ, സിറിയ, ഇസ്രായേൽ, ടർക്കി, സൈപ്രസ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ. They lie on the eastern fringe of Africa and the Mediterranean. Western countries refer to these areas as the Middle East, and in addition to these countries, they also include the North African countries of Egypt, Sudan, Libya, Tunisia, Algeria, and Morocco, Syria, which border the Mediterranean
Sea are collectively called and Levant. They lie on the eastern fringe of Africa and the Mediterranean. Western countries refer to these areas as the Middle East, and in addition to these countries, they also include the North African countries of Egypt, Sudan, Libya, Tunisia, Algeria, and Morocco, Syria, which border the Mediterranean Sea, are collectively called and Levant. ഇനി ഈസ്റ്റ് ഏഷ്യ ആണ് പറയാനുള്ളത്. ഈസ്റ്റ് ഏഷ്യ ഫാർ ഈസ്റ്റ്. ഈസ്റ്റ് ഏഷ്യ ഫാർ ഈസ്റ്റ് കൺട്രീസ് ഡിസ്ക്രിപ്ഷൻ. 1. വെസ്റ്റ് ഇൻഡീസ് ഇൻഡിപെൻഡൻറ്റ് ടെറിട്ടറീസ്. ബാർബാഡോസ്, ക്യൂബ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഗ്രനഡ, ഹെയ്റ്റി, ജമൈക്ക, സെന്റ് ലൂസിയ, ട്രിനിഡാഡ് and Tobago, dependent associated territories. Anguilla, Antigua, Guadeloupe, Montserrat, Puerto Rico, Virgin Islands. 2. Bahamas, Bermuda, Guyana, and Suriname. 2. Bahamas, Bermuda, Guyana, and Suriname. String of archipelagos and islands around the Caribbean Sea in the Atlantic Ocean, which stretch from Florida, USA, to the Venezuelan coast, South America. These islands form the heartland of Caribbean culture. Other islands in the mid-Atlantic and the northeastern fringe of Central America are also considered part of the Caribbean region, though there is diversity in their culture. ഈസ്റ്റ് ഏഷ്യ ഫാർ ഈസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവത് ക്ഷമിക്കാട്ടോ. ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ ഞാൻ മറന്നുപോയതാണ് പറയാൻ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ പ്ലീസ് അഡ്ജസ്റ്റ്. ഇനി സെൻട്രൽ അമേരിക്ക കൺട്രീസ് ഡിസ്ക്രിപ്ഷൻ. Belize, Costa Rica, El Salvador, Panama, Guatemala, Nicaragua, and Honduras. This region lies between 8° and 18° north latitude to the south of Mexico, North America, and north of Colombia, South America, and comprises 7 republics. അടുത്തത് ലാറ്റിൻ അമേരിക്ക കൺട്രീസ് ഡിസ്ക്രിപ്ഷൻ. അർജന്റീന, ബൊളീവിയ, ബ്രസീൽ, ചിലി, കൊളംബിയ, ഇക്വഡർ, പെറു, ഉറുഗ്വൈ, പാരഗ്വൈ, and Venezuela. Name given to South and Central America. Central America. അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കാം. ഇതോടുകൂടി കഴിയാണ് റീജിയൻ ഗ്രൂപ്പിംഗ് ഓഫ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. ഇനി പുതിയ ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. ഇക്കണോമിക് ഗ്രൂപ്പിംഗ് ഓഫ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. ഇക്കണോമിക് ഗ്രൂപ്പിംഗ് ഓഫ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. The nations of the world are also grouped into the category of rich and poor countries. They are thus the developed countries, the haves, and the developing countries, the have nodes. Developing countries are often referred to as the third world countries to distinguish them from the second world, which were communist countries, and the first world, developed and non-communist countries. However, with the disintegration of the former communist
bloc of USSR. The second world countries have ceased to exist. Economic grouping of countries of the world ആണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ദയവായിട്ട്. ഇനി അടുത്തത് തേർഡ് വേൾഡ് കൺട്രീസ്. തേർഡ് വേൾഡ് കൺട്രീസ് regions covered. The third world includes about 120 countries of Asia, Africa, and Central America. Most of these countries are members of the Non-Aligned Movement (NAM). 60% of the Earth's surface and about 70% of human population belonging to the third world has a population of over 3,500 million. തേർഡ് വേൾഡ് കൺട്രീസ് റീജിയൻസ് കവറാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് കാറ്റഗറീസ് ഓഫ് തേർഡ് വേൾഡ് കൺട്രീസ്. As these countries are referred to as underdeveloped countries, they include less developed countries as well as developing countries. Third world countries are economically poor, technologically less advanced, and most of them depend on agriculture for subsistence. They have minimal manufacturing industries. The birth rate as well as death rate is high in these countries. It is expected that by AD 2010, with the falling death rates, the population of third world countries will touch over 5,000 million. But their status by then will change from underdeveloped or developing countries to developed countries. കാറ്റഗറീസ് ഓഫ് തേർഡ് വേൾഡ് കൺട്രീസ് ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പറയുന്നത് പീപ്പിൾ ഓഫ് ദ വേൾഡ്. വേൾഡ് പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ ദ വേൾഡ് ബാങ്ക് റിപ്പോർട്ട് ആൻഡ് UN statistics. The world's population was estimated to be 5.3 billion in 1990, and it will continue to grow at about 1.2% annually. At that rate, the world's population would double in about 58 years. Table 2.18 Population Statistics. Table 2.18 Population Statistics. Year estimated population billion. 1950 2.5, 1960 3.027, 1970 3.678, 1980 4.478, 1990 5.333, 2000 6.251. അടുത്ത ടേബിൾ 2.19 highest and lowest population density per meter square 2007. Highest population density per meter square 2007. Table 2.19 highest and lowest population density per meter square 2007. Highest population density per meter square 2007. Highest population density per meter square 2007. 1 Mako 73,350. 2 Monaco 42,143. 3 Singapore 18,645. 4 Hong Kong 18,176. 5 Gibraltar 12,056. 6 Gaza Strip 9,713. 7 Bermuda 3,477. 8 Malta 3,299. 9 Maldives 3,099. 10 Bahrain 2,923. നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്ത് വേണമെങ്കിൽ ആവട്ടെ ദയവേത് ക്ഷമിക്കുക.
ഇനി അടുത്ത ടേബിൾ 2.20. ടേബിൾ 2.20 മോസ്റ്റ് പോപ്പുലർ സിറ്റീസ് ഓഫ് ദ വേൾഡ്. ടേബിൾ 2.20 മോസ്റ്റ് പോപ്പുലർ cities of the world. Lowest population density per meter square 2007. Lowest population density per meter square 2007. 1 Greenland 0.4. 2 Western Sahara 3. 3 Mongolia 5. 4 French Guiana 6. 5 Namibia 6. 6 Australia 7. 7 Suriname 7. 7 Suriname 7. 8 Botswana 7. 8 Botswana 7. 9 Iceland 8. 9 Iceland 8. 10 Mauritania 8. 10 Mauritania 8. ഇനി അടുത്തത് റാങ്ക് സിറ്റി പോപ്പുലേഷൻ ഇയർ. 1 മുംബൈ ഇന്ത്യ 11 914 398 2001. 2 Sao Paulo Brazil 11 016 703 2006. 3 Shanghai China 10,996 500 2003. 3 Shanghai China 10,996 500 2003. 4 Moscow Russia 10,101 500 2001. 5 Seoul South Korea 9 820 171 2005. 5 Seoul South Korea 9 820 171 2005. 6 Delhi India 9 817 439 2001. 7 Karachi Pakistan 9 339 023 1998. 8 Istanbul Turkey 831 805 2000. 8 Istanbul Turkey 8 831 805 2000. 9 Beijing China 8 689 30 2001. 9 Beijing China 8 689 000 2001. 10 Mexico City Mexico 8 519 309 2000. 10 Mexico City Mexico 8 519 309 2000. നമ്മളിപ്പോൾ പറഞ്ഞത് റാങ്ക് സിറ്റി പോപ്പുലേഷൻ ഇയർ ആണ്. നമ്മൾ ഇതിൽ പോപ്പുലേഷൻ പറഞ്ഞത് കറക്റ്റായ രീതി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞത് 11 914 398 അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പറഞ്ഞേക്കുന്നത് കറക്റ്റ് ആയിട്ടില്ല, ഈ നമ്പറൊക്കെ പറഞ്ഞത്. അപ്പോൾ ദയവേത് ക്ഷമിക്കണം എന്നുള്ളത് പ്രത്യേകം പറയണം. നമുക്ക് ഇത്രേ പറയാനാവുള്ളൂ. ഡ്രോബാക്സ് ഉണ്ട്, അപ്പോൾ ഒന്ന് ദയവേത് മനസ്സിലാക്കാം. ഇനി പറയാനുള്ളത് ഗ്രോത്ത് റേറ്റ് ആണ്. ഗ്രോത്ത് റേറ്റ് അക്കോർഡിംഗ് ടു 1990 എസ്റ്റിമേറ്റ്സ് ഡെയിലി ഇൻക്രീസ് ഇൻ വേൾഡ് പോപ്പുലേഷൻ ഈസ് അബൌട്ട്
223,285 persons. It is estimated that 268 children are born and 1,014 die every minute, resulting in an average increase of 155 persons in world population. Growth rate നമ്മൾ പറഞ്ഞത് birth rate. The birth rate which was estimated at 13 for 1,000 in 1,975 has reduced to 28 to 1,000 in the 1990s and is expected to go down to 25 6 1,000 by the year 2000. Birth rate. The birth rate which was estimated at 30 for 1,000 in 1975 has reduced to 28 to 1,000 in the 1990s and is expected to go down to 25 6 1,000 by the year 2000. Death rate. The death rate estimated at 123 1,000 in 1975 reduced to 10 1,000 in the 1990s and is expected to reduce to 9 1,000 by the year 2000. The annual increase in the world population estimated at 1.8% is expected to reduce to 1.7% by 2000. Highest birth rate. Kenya in East Central Asia is reported to have the highest birth rate in the world, that is about 54 5 1,000 in the late 1990s. Lowest birth rate, excluding the Vatican City, which has a nil birth rate, the Federal Republic of Germany has the lowest birth rate of 10 1,000. Highest death rate, Cambodia 29 1,000. Lowest death rate, Samoa 3.1 1,000. Samoa 3.1 1,000. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രോത്ത് റേറ്റ്, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഹയസ്റ്റ് ബർത്ത് റേറ്റ്, ലോവസ്റ്റ് ബർത്ത് റേറ്റ്, ഹയസ്റ്റ് ഡെത്ത് റേറ്റ്, ലോവസ്റ്റ് ഡെത്ത് റേറ്റ്. അപ്പം നമ്മൾ ഈ പറഞ്ഞതിൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഈ നമ്പർ പറഞ്ഞതിലൊക്കെ ദയവേത് ക്ഷമിക്കണം എന്നുള്ളത് പ്രത്യേകം പറയാണ്. നമുക്ക് പറ്റുന്ന രീതിയിൽ പറയാൻ ശ്രമിച്ചിട്ട് ഉണ്ടെങ്കിൽ പോലും ശരിയായിട്ടില്ല നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ക്ഷമ ചോദിക്കുന്നത്. അപ്പോൾ ദയവേത് ക്ഷമിക്കുക, ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ടേബിൾ 2.21 ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്സ്. Deaths per 1,000 births 2007. Highest infant mortality rate. Deaths per 1,000 births 2007. Highest infant mortality rate. Deaths per 1,000 births 2007. 1 Angola 184.44. 2 Sierra Leone 158.27. 3 Afghanistan 157.43. 4 Liberia 149.73. 5 Mozambique 129.2. 6 Niger
116.83, 116.83, 7 Somalia, 114.9, 8 Mali, 107.6, 9 Tajikistan, 106.5, Tajikistan 106.5, 9 Tajikistan 106.5, 10 Guinea-Bissau, 10 Guinea-Bissau 105.2, 105.2, 10 Guinea-Bissau 105.2. For table 2.21, highest and lowest infant mortality rates, deaths per 1000 births, 2007 ആണ് നമ്മൾ പറഞ്ഞതിൽ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. At the lowest infant mortality rate, deaths per 1000 birth, 2007, 1 Singapore, 2.32 Sweden, 2.83 Iceland, 3.3 4 Japan, 3.2 5 Finland, 3.5 6 Norway, 3.7 7 Czech Republic, 3.9 8 Malta, 3.9 9 Andorra 4.0 10 Germany, 4.1. Lowest infant mortality rate, deaths per 1000 birth, 2007 ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ടേബിൾ 2.22, ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻ ഇയേഴ്സ് 2007. ഹയസ്റ്റ് ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻ ഇയേഴ്സ് 2007. Highest life expectancy in years 2007. 1 Andorra 83.5, 1 Andorra 83.5. 2 San Marino 81.7. 3 Singapore 81.7. 4 Japan 82.2. 5 Australia 80.5, 6 Sweden 18.5, 7 Switzerland 80.5, 8 Iceland 18.3, 9 Canada 80.2, 10 Italy 79.8, 10 Italy 79.8, 10 Italy 79.8. ഹയസ്റ്റ് ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻ ഇയേഴ്സ് 2007 ആണ് നമ്മൾ പറഞ്ഞത്. ലോവസ്റ്റ് ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻ ഇയേഴ്സ് 2007. ലോവസ്റ്റ് ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻ ഇയേഴ്സ് 2007. സോറി, ഞാൻ മൈക്ക് ഓഫായി കിടക്കായിരുന്നു. അപ്പോൾ സൗണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല നമ്മളിപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്ക്. അതുകൊണ്ട് ദയവേത് ക്ഷമിക്കുക. നമ്മൾ ഒരിക്കൽ കൂടി പറയാണ്.
Lowest life expectancy in years 2007. 1 Switzerland 32.6, 2 Botswana 33.7, 3 Lesotho 34.4, 4 Angola 38.6, 5 Zimbabwe 39.3, 6 Liberia 39.6, 7 Mozambique 39.8, 8 Zambia 40.0, 9 Sierra Leone 40.2, 10 Malawi 41.7. ലോവസ്റ്റ് ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻ ഇയേഴ്സ് 2007 ആണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. മിസലേനിയസ് ഫാക്ട്സ് അബൌട്ട് പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ്. Miscellaneous facts about population of the world. About 90% of the world's population lives in the northern hemisphere, of which about 60% lives in Asia alone, 30% lives in the temperate latitudes, mainly Europe, and barely 1% lives beyond 60 degree north. Asia is the most densely populated continent in the world, followed by Europe, including Russia, South America, and North America. China is the world's most populous country with over 1085,3030 people in 1990, with an increase of 35,068 a day or 12.8 million a year. About 25% of the world's population lives in China alone. The average density of population is estimated around 30% km square. The Portuguese province of Macau on the southern coast of China is the most densely populated territory with 479,000. Mid 1990s, people in an area of 16.09 km square, that is a density of 28,343 per km square. The average density of population is estimated around 30% km square. The Portuguese province of Macau on the southern coast of China is the most densely populated territory with 479,000. Mid 1990s, people in an area of 16.09 km square, that is a density of 28,343 per km square. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് മിസലേനിയസ് ഫാക്ട്സ് അബൌട്ട് പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ് ആണ് പറഞ്ഞത്. നമ്മളീ പറഞ്ഞ ടോപ്പിക്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതുപോലെ തന്നെ നമ്പർ പറഞ്ഞത് കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ദയവേത് ക്ഷമിക്കുക. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അടുത്ത ടോപ്പിക്ക് എന്തോ അത്ര പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ മൈക്കൊക്കെ ഓഫ് ആവാറായിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാം എന്തായാലും. അടുത്തത് ടേബിൾ 2.23 ട്രൈബ്സ് ആൻഡ് റേസസ്. ടേബിൾ 2.23 ട്രൈബ്സ് ആൻഡ് റേസസ്. ട്രൈബ്സ് ഏരിയ ഇൻഹാബിറ്റഡ്. ട്രൈബ്സ് ഏരിയ ഇൻഹാബിറ്റഡ്. Abkhaz. Mongolians living in the Assam region. Afrids, inhabitants of the northwest frontier in Pakistan. Afrikaner, Dutch-born South African race. Anglo-Saxons, people who invaded Britain after the withdrawal of the Romans in AD 410, now living in England, Canada, USA, and Australia. Bantus, Negroes of Central and South Africa, black race.
Bedouins, 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 wandering tribe of Arabia and North Africa. Bills, ancient Dravidians of Central Asia, Central India. Bills, ancient Dravidians of Central India. Cossacks, 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 inhabitants of southern and eastern frontiers of Russia. Croats, inhabitants of Croatia. Croats, inhabitants of Croatia. Dravidians, very ancient people of South India, non-Aryans. Eskimos, inhabitants of the Arctic Circle and Greenland. Filipinos, natives of Philippines. Flemish, inhabitants of Belgium. Garos, hill tribe of Assam. Garos, hill tribe of Assam. Gorgas, martial race of Nepal. Hottentot, pastoral nomads of Southwest Africa. Nomads of Southwest Africa. Caffres, martial race of South Africa. Cardas, descendants of Ostrich race. Now living in the forests of central and northern India. Khasis, tribe of Assam. Kyrgyz, tribe living in Central Asia. Kiwis, people of New Zealand. Magyars, inhabitants of Hungary. Mairois, natives of New Zealand. Masyuds, tribe living in Waziristan. Tribe living in Waziristan, Pakistan. Mur, a mixed tribe of the Arabs and Berber people of Morocco. Negroes, dark-skinned race of Africa. Nipponis, people living in Japan. Red Indians, original inhabitants of North America. They were named so by Columbus, who thought that he had discovered India. Red Indians, original inhabitants of North America. They were named so by Columbus, who thought that he had discovered India. Table 2.23 tribes and races in the balance ഭാഗമാണ്. Tribes, area inhabited. Sherpas, tribe on the border of Tibet and Nepal. Slovenes, people of Slavic origin living in former Yugoslavia. People of Slavic origin living in former Yugoslavia. Swahili, people living in parts of Kenya and Tanzania. Todas, natives of Nilagiri Hills. Siulas, people living in South Africa belonging to the Bantu family. Siulas, people living in South Africa belonging to the Bantu family. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ടേബിൾ 2.23 ട്രൈബ്സ് ആൻഡ് റേസസ് ആണ്. ഇതിൽ ട്രൈബ്സ് ഏരിയ ഇൻഹാബിറ്റഡ് ആണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ഇനി അടുത്തത് ടേബിൾ 2.24 കൺട്രീസ് ആൻഡ് ദെയർ ഇൻഹാബിറ്റൻസ്. ടേബിൾ 2.24 കൺട്രീസ് ആൻഡ് ദെയർ ഇൻഹാബിറ്റൻസ്. കൺട്രി നെയിം ഓഫ് നേറ്റീവ്സ്. അഫ്ഗാനിസ്ഥാൻ, അഫ്ഗാൻ. ബെൽജിയം. കോങ്കോലീസ്. സൈപ്രിയോട്ട്. ഡെൻമാർക്ക് ഡെയിനി. ഫിൻലാൻഡ് ഫിൻ. ഗ്രീസ് ഗ്രീക്ക്.
ഗ്രീസ് ഗ്രീക്ക്, അയർലൻഡ് ഐറിഷ്, മലേഷ്യ മലൈ, മെക്സിക്കൻ, മംഗോളിയ മോൺഗോൾ, മൊറാക്കോ മോർ, നെതർലൻഡ്സ് ഡച്ച്, പോർച്ചുഗൽ, സ്പെയിനാർഡ്, സ്വീഡൻ സ്വീഡി, സ്വിറ്റ്സർലൻഡ് സ്വിസസ്. ടേബിൾ 2.24 കൺട്രീസ് ആൻഡ് ദർ ഇൻഹാബിറ്റൻസ് നമ്മൾ പറഞ്ഞത്. അതിൽ കൺട്രി, നെയിം ഓഫ് നേറ്റീവ്സ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടേബിൾ 2.25 ഏൻഷ്യന്റ് സിവിലൈസേഷൻസ് ആണ് നോക്കാം. ഇതോടുകൂടി ചാപ്റ്റർ അവസാനിക്കുന്നു. ലാസ്റ്റ് ആണ് ടേബിൾ 2.25 ഏൻഷ്യന്റ് സിവിലൈസേഷൻസ് എന്നുള്ളത് നോക്കാം. ടേബിൾ 2.25 ഏൻഷ്യന്റ് സിവിലൈസേഷൻസ്. ടേബിൾ 2.25 ഏൻഷ്യന്റ് സിവിലൈസേഷൻസ്. സിവിലൈസേഷൻ ലൊക്കേഷൻ ഇൻഡസ് വാലി, റിവർ ഇൻഡസ്, ഈജിപ്ഷ്യൻ റിവർ നൈൽ, സെൽറ്റിക് റിവർ റിനി, റോമൻ റിവർ ടൈബർ, സുമേറിയൻ ടൈഗ്രിസ് ആൻഡ് ദ യൂഫ്രട്ടീസ്. ടേബിൾ 2.25 ഏൻഷ്യന്റ് സിവിലൈസേഷൻസ്. സിവിലൈസേഷൻ ലൊക്കേഷൻ ഇൻഡസ് വാലി, റിവർ ഇൻഡസ്, ഈജിപ്ഷ്യൻ റിവർ നൈൽ, സെൽറ്റിക് റിവർ റിനി, റോമൻ റിവർ ടൈബർ, സുമേറിയൻ ടൈഗ്രിസ് ആൻഡ് ദ യൂഫ്രട്ടീസ്. ടേബിൾ 2.25 ഏൻഷ്യന്റ് സിവിലൈസേഷൻ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഇതോടുകൂടി ചാപ്റ്റർ അവസാനിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേൾഡ് ജോഗ്രഫി. ഇനി പുതിയ ചാപ്റ്ററാണ് വരുന്നത്. നമ്മുടെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. ചാപ്റ്റർ 3 ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇൻട്രൊഡക്ഷൻ, ലൊക്കേഷൻ, ഡയമെൻഷൻസ് ആൻഡ് ഫ്രോണ്ടയേഴ്സ്, ലൊക്കേഷൻ, സം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്, India dimensions, international boundaries, northeast, west, northwest, coasts and borders, Indo-Pak border, Indo-China border, map 3.1 states of India. ഈ ടോപ്പിക്സുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് വേൾഡ് ജോഗ്രഫിയിലെ ടോപ്പിക്സ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യമായ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കാര്യം നമ്മൾ ആ സ്പോട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ നിങ്ങൾ ദയവേത് ക്ഷമിക്കണം. പരമാവധി നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും പറ്റുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കണം എന്ന് എനിക്ക് ആവർത്തിച്ച് പറയാനാവുള്ളൂ. അപ്പോൾ ദയവേത് നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക. എല്ലാ ടോപ്പിക്സും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. സോറി, നമ്മുടെ മൈക്ക് ഓഫായി പോയി. അപ്പോൾ നമ്മൾ ഇത്രയുള്ളൂ പറയാൻ ആഗ്രഹിക്കുന്നത്. റിപ്പീറ്റേഷൻ ആണെങ്കിൽ നിങ്ങൾ ദയവേത് ക്ഷമിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ ഈ ബോക്സിൽ തന്നെ ആയിരിക്കും നമ്മളതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പറയാനൊക്കെ ഉണ്ട്. പക്ഷേ
ടൈമിൻ്റെ ഒരു പ്രശ്നം, ടൈമൊക്കെ ഒരു ഭയങ്കര ചലഞ്ചസ് ആണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ വീഡിയോയിൽ. പിന്നെ ദ പേഴ്സൺ CCT മാനുവൽ 2023 ഓൾഡ് വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യുക. ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ദയവേത് വാച്ച് ചെയ്യുക. ദ പേഴ്സൺ CCT മാനുവൽ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അതൊക്കെ വളരെ നല്ല വീഡിയോസാണ്. ഒരുപാട് നല്ല ടോപ്പിക്സൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ വാച്ച് ചെയ്ത CCTക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ആ ടോപ്പിക്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്തു നിന്ന് തന്നെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നും കൂടി നമുക്ക് പറയേണ്ടി വരും. അത്ര നല്ല ടോപ്പിക്സൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് കുറേ അബദ്ധം പറ്റിയ കുറേ വീഡിയോസൊക്കെ ഉണ്ട്. അത് നമ്മൾ സാധാ രീതിയിൽ ചെയ്ത വീഡിയോ നമ്മൾ ദ എക്സ്ട്രാ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ പേഴ്സൺ CCT മാനുവൽ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അത്ര പ്രാധാന്യം പറയില്ല. കാരണം നമുക്കത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് വേറെ രീതിയിലോട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ്. എന്നാലും ആ വീഡിയോസ് നല്ല തന്നെയാണ്. ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് ദ പേഴ്സൺ CCT മാനുവൽ സ്പെഷ്യൽ ക്ലാസ്സസ് തന്നെയാണ്. എല്ലാ വീഡിയോസും നല്ലതാണ്. പക്ഷേ ഇതൊരു നമ്മളൊരു ഓർഡർ ആയിട്ടല്ല ചെയ്തേക്കുന്നത്. ഒരു വീഡിയോ സാറ്റിസ്ഫാക്ഷൻ അല്ലാന്ന് തോന്നുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ അങ്ങോട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്യേണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ടോപ്പിക്സ് ഒക്കെ നല്ല തന്നെയാണ്. പക്ഷെ എന്നാൽ എൻ്റെ ഒരു താല്പര്യം വെച്ച് നോക്കുമ്പോൾ ദ പേഴ്സൺ CCT മാനുവൽ സ്പെഷ്യൽ ക്ലാസ്സസ് നിങ്ങൾ വാച്ച് ചെയ്യണമെന്നാണ്. കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ നാളുകൾക്ക് മുന്നേ നമ്മൾ ചെയ്ത വീഡിയോസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിനെ എടുത്തേക്കാന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫെൻറ്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.